നമസ്കാരം. സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനത്തെക്കുറിച്ച്, ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനത്തെക്കുറിച്ച്, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച്, 100 വർഷത്തെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അദ്ദേഹവും ഒരു സ്വയംസേവകനായി പൊതുപ്രവർത്തനത്തിലേക്ക്, രാഷ്ട്ര സേവനത്തിലേക്ക് കടന്നു വന്ന വ്യക്തിത്വമാണ്. നിസ്വാർത്ഥമായി ജീവൻ പോലും കളഞ്ഞ് സ്വന്തം രാഷ്ട്രത്തിലെ ജനങ്ങളെ സേവിക്കുക, രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിതമായ ഒരു ജീവിതം ഓരോ സ്വയംസേവകനും അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും നടത്താൻ പോകുന്നത് അനേകായിരം വർഷങ്ങൾ. 100 വർഷമൊന്നും ഒന്നുമല്ല. ഒരു രാജ്യത്തെ 100 വർഷം കൊണ്ട് സമ്പൂർണ്ണ വികസനത്തിലേക്ക്, രാഷ്ട്രപരം വൈഭവത്തിന്റെ ഏറ്റവും മകുടമായ ആ ഉയരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി പ്രയത്നിച്ച പ്രസ്ഥാനമാണ്. ഇന്നത്തെ മൻ കി ബാത്ത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, RSSന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, RSSനെ കുറിച്ച് എടുത്തെടുത്ത് പറഞ്ഞു. 100 വർഷം പൂർത്തിയാക്കുകയാണ് ഈ മഹാസംഘടന. 100 വർഷം, ഒരു ശതാബ്ദം. തീർച്ചയായിട്ടും ഈ 100 വർഷം കൊണ്ട് തിരിച്ചടികളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായി. അതിനെയൊക്കെ തന്നെ തൃണവത്ഗണിച്ചുകൊണ്ട് രാഷ്ട്രപരംവൈഭവത്തിനായി ഇന്നും എന്നും പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മോദി വ്യക്തമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. RSS എന്താണെന്നും RSSന്റെ പ്രവർത്തനങ്ങളും RSSന്റെ രീതികളും RSSന്റെ ആ ഒരു ജനങ്ങൾ നൽകുന്ന വിശ്വാസവും ഒക്കെ തന്നെ ആണ് പ്രത്യയശാസ്ത്ര അടിമത്ത മുക്തി ലക്ഷ്യമിട്ടുകൊണ്ട് അനാവശ്യ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാനും അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിന്റെ സംസ്കാരം പേറുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഭാരതത്തിൽ കൊണ്ടുവരാനും അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളതാണ് മോദി പറഞ്ഞത്. ഇപ്രാവശ്യത്തെ വിജയദശമി സവിശേഷമാണെന്നും RSS സ്ഥാപിതമായതിന്റെ 100ാം വാർഷികമാണ് ഈ ദിവസമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരു നൂറ്റാണ്ടിന്റെ ഈ യാത്ര അത്ഭുതകരവും അഭൂതപൂർവവും പ്രചോദനാത്മകവുമാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് RSS സ്ഥാപിതമായപ്പോൾ നൂറ്റാണ്ടുകളായി രാജ്യം അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യം പ്രത്യയശാസ്ത്രപരമായ അടിമത്തത്തിൽ നിന്ന് മുക്തമാകേണ്ടതും പ്രധാനമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർ ഹെഡ്ഗേവാർ 25-ൽ വിജയദശമി ദിനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചത്. ഡോക്ടർ ജിയുടെ വിയോഗശേഷം ഗുരുജി ദേശസേവനത്തിന്റെ ഈ മഹത്തായ യജ്ഞം മുന്നോട്ട് കൊണ്ടുപോയി. ഗുരുജി പറയാറുണ്ടായിരുന്നു, രാഷ്ട്രായ സ്വാഹ ഇതം രാഷ്ട്രായ ഇതം നമമ. അതായത് ഇത് എന്റേതല്ല, ഇത് രാഷ്ട്രത്തിൻ്റെതാണ്. ഈ പ്രസ്താവന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായി രാഷ്ട്രത്തോടുള്ള സമർപ്പണം സ്വീകരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവും അത് പഠിപ്പിക്കുന്ന അച്ചടക്കവുമാണ് സംഘത്തിന്റെ യഥാർത്ഥ ശക്തി. 100 വർഷത്തിലേറെയായി RSS അക്ഷീണം നിരന്തരം ദേശസേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിനാലാണ് രാജ്യത്ത് എവിടെ പ്രകൃതി ദുരന്തം സംഭവിച്ചാലും ആദ്യം എത്തിച്ചേരുന്നത് RSSന്റെ സന്നദ്ധ പ്രവർത്തകരാണ്. ലക്ഷോപലക്ഷം സന്നദ്ധ സേവകരുടെ ഓരോ പ്രവൃത്തിയിലും പരിശ്രമത്തിലും രാഷ്ട്രമാദ്യം എന്ന മനോഭാവം എപ്പോഴും പരമപ്രധാനമാണ്. ദേശസേവനത്തിന്റെ മഹത്തായ യജ്ഞത്തിനായി സ്വയം സമർപ്പിക്കുന്ന ഓരോ സ്വയംസേവകനും ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും സംഘത്തിന് 100ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. സമാനതകളില്ലാത്ത, മറ്റൊന്ന് പകരം വയ്ക്കാനില്ലാത്ത മഹാപ്രസ്ഥാനം, ലോകത്തെ ഏറ്റവും വലിയ സന്നദ്ധ സേവന സാംസ്കാരിക പ്രസ്ഥാനം, ലോകത്തിന്റെ 60-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നു. സ്വയംസേവകർ രാജ്യത്തിനായി സ്വയം സമർപ്പിക്കുന്നു. സ്വന്തം കുടുംബത്തെയും സ്വന്തം ശരീരത്തെയും ആത്മാവിനെയും മറന്നുകൊണ്ട് രാജ്യത്തിനു വേണ്ടി, രാഷ്ട്രത്തിനു വേണ്ടി, രാഷ്ട്രധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹാസംഘടന 100 വർഷം പൂർത്തിയാക്കുന്നു. 100 വർഷത്തെ ചരിത്രം എന്നാൽ 100 വർഷം പറഞ്ഞാലും തീരില്ല എന്നത് സത്യം. ലക്ഷ്യങ്ങൾ സാധൂകരിച്ചുകൊണ്ട്, പൂർത്തീകരിച്ചുകൊണ്ട്, ജനസേവനം മുന്നിൽ നിർത്തിക്കൊണ്ട്, മാനവസേവ മാധവസേവയാക്കി മാറ്റിക്കൊണ്ട്, രാഷ്ട്രായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട്, രാഷ്ട്രയെ ഇതം നമമ എന്ന് പറഞ്ഞ് ഭരതാംബയുടെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഓരോ സ്വയംസേവകനും ചടുലമായ കാൽവെപ്പുകളോടെ 100ഉം കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കൽ കൂടി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനും ലക്ഷോപലക്ഷം പ്രവർത്തകർക്കും, ലോകത്തെമ്പാടുമുള്ള ലക്ഷോപലക്ഷം പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഭാരത് മാതാ കി ജയ്.
ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.